ബിസ്മില്ലാ അൽഹംദുലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദുആ അഥവാ പ്രാർത്ഥന അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹുവെ, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. നമുക്കറിയാം, ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും മഹത്വവും വിവരിക്കുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ലൈലത്തുൽ ഖദർ ഏത് രാത്രിയിലാണെന്ന് അറിയുകയാണ് എങ്കിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു: അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നീ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന്. ഏതായാലും ഈ തൗബയുടെ പൊറുക്കലിനെ തേടുവാനുള്ള ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥന കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമ വഅതൂബു ഇലൈഹി. എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം നോക്കാം. ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, ഞാനല്ലാതെ മറ്റാരും ആരാധ്യനായിട്ടില്ലാത്തവനാകുന്നു. ഞാനല്ലാതെ എന്നല്ല, താനല്ലാതെ മറ്റാരും ആരാധ്യനായിട്ടില്ലാത്തവനാകുന്നു. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാകുന്നു. അവനിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു. ഇതാണ് ഈ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുവാനുള്ള ഈ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി മറ്റൊരു ദുആ കൂടിയുണ്ട്: സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഈ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കാം. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു. അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും മഹത്വവും പഠിക്കുന്നിടത്ത്, മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് ഇങ്ങനെ കാണാം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന കാലത്ത് ഈ ദിക്ർ കൂടുതലായി പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവിടുന്ന് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിരുന്നുവെന്ന് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ രൂപത്തിലെല്ലാം അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് പാപമോചന പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.